വാട്സാപ്പ് അപ്പോൾ എല്ലാവർക്കും പ്രോ ഗെയിമേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്ന് നമ്മൾ കളിക്കുന്നത് ഇന്ത്യൻ ബൈക്ക് 3D സിമുലേറ്ററാണ്. ആൻഡ് ഫയർ എലമെൻ്റൽ, വാട്ടർ എലമെൻ്റ് ആൻഡ് എയർ എലമെൻ്റൽ ആ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കും നമ്മളിന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ വേഗം നോക്കിക്കോ. നമുക്കിപ്പോൾ എയർ എലമെൻ്റൽ കണ്ടുപിടിക്കണം. അതിനേക്കാൾ തന്നെ നമ്മൾ ഹെലികോപ്റ്ററിലാണ് കണ്ടത്. ഇതൊക്കെയാണ് അതിൻ്റെ സെറ്റിങ്സൊക്കെ വരുന്നത്. പിന്നെ എന്തുവാ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ റഡാറൊക്കെ ഒന്ന് കുറച്ചിട്ട് നമുക്കൊന്ന് പോയേക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ മുന്നേ എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിക്കാൻ, മാക്സിമം ഷെയർ ചെയ്ത് സബ് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ. കൊള്ളാം കേട്ടോ, സൈലൻസർ കൊള്ളാം. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇവിടെ എലമെൻ്റൽ കാർസൊക്കെ കാണുന്നു. അപ്പോൾ ആദ്യം നമുക്ക് എയർ എലമെൻ്റൽ എന്ന് പറയുമ്പോൾ എയർപോർട്ടിൽ എന്തെങ്കിലും കാണണമല്ലോ. എയർ എലമെൻ്റൽ എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. എയർപോർട്ടിൽ ഉണ്ടോ നോക്കട്ടെ. ചിലപ്പോൾ കാണത്തുമില്ല. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇനി ഫ്ലൈറ്റിൻ്റെ ഉള്ളിലാണ് ഇവർ കൊണ്ട് വച്ചിരിക്കണം എയർ എലമെൻ്റൽ കാർസ്. എന്നാലും ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇടാൻ ചാൻസ് ഇല്ല. ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഒട്ടും ചാൻസ് ഇല്ല, കാരണം ഇത് എപ്പോഴാണ് പറക്കാമെന്ന് ആർക്കും അറിയത്തില്ല. ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗൈസ്. ഇതിൻ്റെ ഉള്ളിലല്ലോ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇരുട്ടായതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇല്ല, അതിൻ്റെ ഉള്ളിലും ഇല്ല. നോട്ടെ. ഇല്ല, ഇതിൻ്റെ ഉള്ളിലില്ല. ഓ, നടക്കുമ്പോൾ എന്തോ പോലെ, ഞാൻ നടക്കാൻ പോലെ ഉണ്ട്. ഓക്കെ, വേറെ എവിടെ? ഇതിൻ്റെ ഉള്ളിലുണ്ടോ? ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. എയർപോർട്ട് എയർ കാർ, എയർപ്ലെയിൻ എയർ കാർ. പ്ലെയിനിന് എയർ ആണെങ്കിൽ കാറിന് എയർ ഉണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നത് ഒന്നില്ലെങ്കിൽ ഈ പ്ലെയിനിൻ്റെ ഒക്കെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പോയി നോക്കണം ആകാശത്തൊക്കെ പോയിട്ട്. ലെറ്റ്സ് ഗോ. എവിടെ ഇതിൻ്റെ മുകളിലുണ്ടോ? അതിൻ്റെ മുകളിൽ ഗൈസ്, ദേ ഇതിൻ്റെ മുകളിലുണ്ട്. ഓ, ഇവിടെയാണ് ഇയാൾ വെച്ചേ. ഞാൻ വെച്ചാൽ അതിൻ്റെ മുകളിൽ മറ്റേ അപ്പുറത്ത് ഈ ഒരു സംഭവം ഇല്ല, ഈ കാണുന്ന സംഭവം, എൻ്റെ ഈ ബ്ലൂ സംഭവം മനസ്സിലായില്ലേ? ഈ സംഭവം ഇത് എൻ്റെ ലെഫ്റ്റിൽ അയ്യോ പണിയാ, ആ ലെഫ്റ്റ് ഇരിക്കുന്ന സാധനം ചോദിച്ചു ഞാൻ. ഇറങ്ങിക്കോ. അത്രേ ഉള്ളൂ. ചോരൊക്കെ വേണം. ചോരയൊക്കെ നമ്മൾ കാണണം. നമ്മൾ നല്ല കാര്യത്തിന് പോകുമ്പോൾ എപ്പോഴും ചോര കാണണമെന്നല്ല, നല്ലൊരു എന്താ പറയുക ഇതാണെന്നാണ് കേട്ട് കേൾവി. എനിക്കറിഞ്ഞൂടാ. ഓ, എയർ എലമെൻ്റൽ കാർ ഏതാ വണ്ടി? ഓക്കെ, GTR ആണ് എലമെൻ്റൽ കാറിലായിട്ട് വന്നിരിക്കണം. അടിപൊളി. എയർ എലമെൻ്റൽ എയർ കാർ. ഇതിനെന്താ പവർ? സൈലൻസർ തൊട്ട് സെറ്റല്ലേ? അല്ല, ഇവരിത് എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത്? അതെങ്ങനെ മനസ്സിലായി? എനിക്ക് തോന്നുന്നു അവർ ക്രെയിനൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നത്. ഇത് ശരിക്കും ഞാൻ കണ്ടില്ല കേട്ടോ, ഫുൾ വൈറ്റ് ആയതുകൊണ്ട് കാണാനും പറ്റിയില്ല എനിക്ക്. ഓ മൈ ഗോഡ്, അടിപൊളി. ഇതിങ്ങനെ പുറത്തേക്ക് ഇറക്കാൻ പറ്റുമോ? യെസ്, ചാടിക്കാം നമുക്ക്. അയ്യോ, എത്തി. ഉണ്ണി നിലം കണ്ടു. പൂച്ച ചാടുന്ന പോലെ എന്താ കൈ ഇത് ചാടിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. നമുക്ക് വീണ്ടും ഉള്ളിൽ കയറ്റാം. ഹലോ, അയ്യോ. ഓ, അതിന് കുറച്ച് ചാടാൻ പറ്റും. ഓക്കെ ഗൈസ്, ഇതിൽ ഏതോ ഒരു ബട്ടൺ അമർത്തപ്പോൾ അതിന് കുറച്ച് ചാടാൻ പറ്റി. ഇൻറ്റീരിയറൊക്കെ ഉണ്ട്. ഇൻറ്റീരിയറൊക്കെ സെറ്റാണ്. ഒന്ന് റേസ് ചെയ്തോട്ടെ. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ കിടക്കട്ടെ. എൻ്റെ മോനെ, ഇനി അടുത്ത എലമെൻ്റൽ കാർ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഹെലികോപ്റ്റർ കൊണ്ടുവരണം. എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താ പറയുക, ഇത് നമ്മുടെ മറ്റേ ഹെലികോപ്റ്റർ അവിടെ ഉണ്ട്, അത് പൊട്ടി നശിപ്പിച്ചു. എന്തായാലും നമ്മുടെ ബോഡി ഗാർഡ്സ് അടുത്ത ഹെലികോപ്റ്റർ കൊണ്ടുവരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ മച്ചാന്തി ഹെലികോപ്റ്ററൊക്കെ കൊണ്ടുവന്നുള്ളത് അടിപൊളി. എങ്ങനെയാണ് നമുക്ക്? പക്ഷേ ഗോൾഡൻ ഹെലികോപ്റ്റേഴ്സൊന്നും ഇല്ല. അവർ പറഞ്ഞതിന് ഞാൻ ഒരിക്കലും ഒരു ഗോൾഡൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നോക്കി. അപ്പോൾ ഞാനത് അതിൻ്റെ കൺട്രോൾ സിസ്റ്റം വെച്ചിട്ട് വേറെയാണ്. അതറിയാണ്ട് ഞാൻ പോയി ഇടിച്ച്. എനിക്കറിയാം അതിൻ്റെ കൺട്രോൾ സിസ്റ്റം വേറെയാണ്. അതായത് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കുന്ന വാട്ടറും ഫയറും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞു എന്നാണ് തോന്നണേ.
നോക്കാം നമുക്ക് എന്തായാലും. വാട്ടറും ഫയറും. വാട്ടർ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ വെള്ളത്തിൽ കിടക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ കടൽ അങ്ങനത്തെ ഏരിയാസിലായിരിക്കും വാട്ടർ എന്ന് പറയുമ്പോൾ. ഫയർ എന്ന് പറയുമ്പോൾ ഈ ഒരു സിറ്റിയിൽ ഫയർ ഇല്ല ഗൈസ്. ഫയർ എവിടെ നിന്നാണ് ഞാൻ ഇപ്പോൾ കിടക്കണ്ടേ? അല്ല ബോംബുള്ള സ്ഥലത്ത് ആരെങ്കിലും ഗാങ്സ്റ്റേഴ്സ് വല്ലതും ഉണ്ടോ? ആരും ഇല്ല. എന്ന് ഭയങ്കര ശാന്തമായൊരു സ്ഥലമാണ് ഇവിടെ. എന്താ അറിയില്ല, ഒരൊറ്റ അർത്ഥം പോലും വന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഇങ്ങനെ പോവാം. ദാറ്റ് ഈസ് ഫോർ ഷുവർ. എനിക്കൊരു സംശയമുണ്ട്, കാരണം ഇവിടുത്തെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിയിലേക്ക് അങ്ങനെ പൊക്കോളും. കണ്ടോ, നിങ്ങൾ ബാക്കി മാപ്പ് നോക്ക്. അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പോയി. തൽക്കാലം ഈ വീട്ടിലൊന്ന് നിർത്തിയിട്ട് ബൈക്ക് എടുത്തിട്ട് പോകാം നമുക്ക്. ഹെലികോപ്റ്റർ അളകണില്ല, എനിക്ക് തീരെ സ്പീഡായിട്ട് പോകുന്നുള്ള ഹെലികോപ്റ്ററൊന്നും. വീട്ടിൻ്റെ മുകളിൽ ഇറക്കണോ അതോ ഫ്ലാറ്റിൽ ഇറക്കണോ? വീട്ടിൽ ഇറക്കാം അങ്ങോട്ട്. ആരാണ്ടൊക്കെ പോയി ഇടിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്കൊരു ഉത്തരിയല്ലേ. നല്ല വീടാണല്ലോ. അത് ആരുടെ വീട്? ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഇവിടെ ഉണ്ട്. ഇവിടെ വെച്ച് ഞാൻ വീഴും. ഇച്ചിരി ഫ്രണ്ട്. മതി മതി മതി. വളയ്ക്കാൻ പറ്റും ഇച്ചിരി മതി. ആരൊക്കെയോ ഇടിക്കുന്നുണ്ട് കേട്ടോ. ഗേറ്റാണത്. കൊള്ളാലോ അറിയല്. ഇതാരുടെ? ഞാനിത് ആദ്യമായിട്ടാണ് ഈ വീട് കാണുന്നത് ഇന്ത്യൻ ബൈക്കിൽ. ഞാൻ ആകെ 2 വീടേ കണ്ടിട്ടുള്ളൂ ഇതിലായിട്ട്. കൊള്ളാട്ടോ മോനെ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മറ്റേ സെക്യൂരിറ്റി അടുത്ത് പോയിട്ട് ഗൈസ്, ഇതാണോ വാട്ടർ എലമെൻ്റൽ? ഇനി വെള്ളമാണ് ബ്ലൂ കളറ്. ഇത് വാട്ടർ എലമെൻ്റലാണോ ഗൈസ്? ഐ തിങ്ക് ഇറ്റ് ഈസ് വാട്ടർ എലമെൻ്റൽ. ഓക്കെ ഗൈസ്, ഇത് വാട്ടർ എലമെൻ്റലാണെന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം അല്ല, അപ്പോൾ ഈ വീട്ടുകാർക്ക് ഇനി വീട്ടുകാരാണോ? ചേച്ചി ചേട്ടാ, ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആരെങ്കിലും ഹിയർ? സ്റ്റെപ്സൊക്കെ ഉണ്ട്. എടാ ഇവന്മാരൊക്കെ എവിടെ? ഈ വീട്ടുകാരൊക്കെ എവിടെ? ഇവർക്ക് അവരുടെ വണ്ടിയൊന്നും വേണ്ടേ? ഒരു ബോധമില്ലാണ്ട് ഇട്ട് പോയേക്കണമൊക്കെ. വണ്ടിയും വേണ്ട, ഒന്നും വേണ്ട. അവസാനം പോയി കഴിഞ്ഞാൽ അയ്യോ എൻ്റെ വണ്ടി പോയാന്ന് പറഞ്ഞിട്ട് കടന്ന് കരയും. ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്ന സംഭവമില്ല. നമുക്ക് എന്തായാലും വണ്ടി എടുക്കാം. നമ്മുടെ ഹെലികോപ്റ്ററിന് പ്രത്യേകത ഉണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. മിസൈൽ ഇട്ടാൽ പോലും തകരാത്തൊരു ഹെലികോപ്റ്ററാണ്. വണ്ടി കളിക്കണ്ടല്ലോ. ഉന്തിക്കഴിഞ്ഞാൽ വണ്ടി കളിക്കും. കൊള്ളാം. പക്ഷെ ഇതേ വെള്ളത്തിന് മുങ്ങിയിരിക്കണത്. കൊള്ളാട്ടോ സാധനങ്ങളൊക്കെ. ഇൻഡോറിലൊക്കെ കൊള്ളാം. എന്തോ ഒരു നമ്മുടെ ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചൊക്കെ പോലെ ഒരു സംഭവം. ഇതിന് പൊങ്ങാനുള്ള സംഭവം ഉണ്ടോ? ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എന്താ പറ്റുക? ഇവിടെ ഈ ബട്ടൺ. അയ്യോ ഗായ്സ്. ഓക്കെ ഗായ്സ്, അപ്പം എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും ഞാൻ ഇറങ്ങാം. നമ്മൾ ചെറുതായിട്ട് വണ്ടി ഒന്ന് പാളിപ്പോയി കേട്ടോ. നമ്മൾ ആ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായിപ്പോയി. ഇനിയിപ്പോൾ ഇതിനെ മെക്കാനിക്കിനെ വിളിച്ചിട്ട് ഇറക്കണമെന്ന് നോക്കാം. അല്ലെങ്കിൽ നോക്കാം. ഗൈസ്, അപ്പോൾ ഇത് വണ്ടി റെഡി ആയിട്ട് കേട്ടോ. നമ്മുടെ ഹെലികോപ്റ്റർ അവിടെ കിടക്കട്ടെ. ഹെലികോപ്റ്ററാ സുഖല്ലേ? ഓക്കെ, അപ്പം നമുക്ക് പോവാം. ഇതിപ്പോൾ എങ്ങനെ ചാടണേ? ഓട്ടോമാറ്റിക് ഗേറ്റ് സിസ്റ്റം. എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടാ. നമുക്കൊരു ദിവസം ഈ വീടിനെ അടിച്ചു മാറ്റാൻ വരാം നമുക്ക്. ഓക്കെ, നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ ഓഫ്. ഓക്കെ കമോൺ. അപ്പോൾ നമുക്ക് ഈ വണ്ടി നമ്മുടെ വീട്ടിൽ കൊണ്ടുവിടാം. നമ്മുടെ വീടിന് എവിടെ? നമ്മൾ ഇതുവഴി കൂടെ വന്നേ. ഐ തിങ്ക് നമ്മുടെ വീട് ആ ഭാഗത്തായിട്ടായിരിക്കും. കുട്ടികൾക്കൊക്കെ ചാടാൻ മാത്രം കഴിവുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഒരു സ്പെഷ്യൽ കീ അമർത്തുമ്പോൾ കണ്ടോ ചാടിപ്പോവും. ഇതിന് നല്ല ചാടാൻ പറ്റണ്ടല്ലോ. അയ്യോ, ഒരു സ്ക്രാച്ച് പോലും വന്നില്ലേ. ജനാല പൊട്ടിയില്ല. എൻ്റെ മോനെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മറ്റേ വണ്ടിയുടെ സ്ക്രാച്ചൊക്കെ വന്ന് ആളിയ. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. ഈ വണ്ടിക്ക് മൈലേജ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഉണ്ട് മറ്റേ വണ്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ. ഗൈസ് മനസ്സിലായി. മറ്റുള്ള വണ്ടികൾ വെള്ളത്തിലിരുന്നാലും അത് പൊട്ടിത്തെറിയും. പക്ഷെ ഈ വണ്ടി നമ്മൾ മറച്ചിട്ടപ്പോഴും പൊട്ടിത്തെറിച്ചില്ല. ഗ്ലാസ് ഒന്നും പൊട്ടിയില്ല. അതാണ് കാര്യം. അപ്പോൾ മനസ്സിലായി. ഓക്കെ അണ്ടർസ്റ്റുഡ്. ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പോവാ ഫയർ.
ഫയറാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്. അത് മാത്രമേ ഉള്ളൂ എന്നാണ്. അതിനേക്കാളും മുന്നേ കുളിച്ചിട്ട് വരാം. ഞാൻ രാവിലെ കുളിച്ചിട്ടില്ല. എൻ്റെ മോനെ എന്തൊരു സുഖമായിട്ട് നീന്താം നമുക്ക്. ആളിയാ പൊളിച്ച് ചാടിക്കോ. ഓക്കെ സെറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അയാളെ ഒന്നും കൂടി ഹെലികോപ്റ്ററിൽ നിന്ന് വിളിക്കാം. വരുമോ നോക്കാം. വെയിറ്റ് ഇതൊന്നും നമ്മുടെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ എന്താ ആളിയാ ഇത് ഫയർ എലമെൻ്റൽ ബൈക്കാണല്ലോ. ഇത്രയും ദിവസം നമ്മുടെ വീടിൻ്റെ മുകളിലായിരുന്നു അത്. എൻ്റെ അമ്മേ ഗൈസ്, ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇത്ര ദിവസം അറിഞ്ഞത് പോലുമില്ല. വെറുതെ ഞാൻ ഇന്നലെ ജിമ്മിൽ ചെയ്യുമ്പോഴേ മറ്റേ ചൂടെടുക്കണ്ടായിരുന്നു എനിക്ക് ഇവിടെ വെച്ചിട്ടാ. ഓ മൈ ഗോഡ്, കൊള്ളാം കേട്ടോ. നോക്കിയ സ്കെലിട്ടൻ്റെ ഹെഡ്ലൈറ്റാ. ഒരു റിബ് ഒരാളെ വെട്ടി വെച്ച് അത് വെച്ച് ബൈക്ക് ഉണ്ടാക്കി അതിൻ്റെ മൂട്ടിലും ഫ്രണ്ടിലൊക്കെ തീയിട്ടാണ്. എൻ്റെ മോനെ കിക്കർ. മറ്റേ മാനുവൽ ബൈക്കാ, ക്ലച്ചൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. ഫ്രണ്ടത്തെ ടയർ ഭയങ്കര കട്ടി കുറവും ബാക്കത്തെ ടയറാണെങ്കിൽ തടിച്ച് വീപ്പക്കുറ്റി പോലെ ഇരിക്കണമുണ്ട്. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട്. ബുള്ളറ്റിൻ്റെ കുറിച്ച് നമ്മൾ കയറുന്ന നമ്മൾ കത്തിച്ചുമ്പോഴാവും. ഓ നമ്മൾ കയറിയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് മറ്റുള്ള ഹെലികോപ്റ്ററിനെ കത്തിച്ചാലോ? കത്തൂലേ? ഇതാണ് നമ്മുടെ ഹെലികോപ്റ്ററേ. മറ്റേ എന്താണ് ഫയർ എലമെൻ്റലും വാട്ടർ എലമെൻ്റും എന്നല്ല, എല്ലാ എലമെൻ്റലും കത്തത്തൊന്നുമില്ല. എൻ്റെ മോനെ അയ്യോ വെള്ളം. ഓക്കെ എൻ്റെ മോനെ പൊളി. ഹെൽമെറ്റ് ഇല്ലേടാ? ഹെൽമെറ്റൊന്നും വേണ്ട നമുക്ക്. എൻ്റെ മോനെ ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഇത് വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കത്തിക്കാൻ പറ്റുമോ? നോട്ടെ ചേച്ചി. തീ ഓ മൈ ഗോഡ്, പൊളിച്ച് ആൾക്കാർ പോയി. വണ്ടി എത്തിക്കാൻ പറ്റും. വണ്ടി ഓ പറക്കുമ്പോൾ പിന്നെ തീയൊന്നും കാണാനില്ല കേട്ടോ. ചേട്ടാ ഇച്ചിരി തീ തരട്ടെ. തീ ഫ്രീ ആണ്, കാശൊന്നും തരണ്ട. നോക്കിയ തീ. ഹലോ, വണ്ടി തെറിച്ച് ആളും മരിച്ചുപോയി. എൻ്റെ വണ്ടി ഇത് അപ്പുറത്ത് തുടങ്ങണ, ഞാനും മരിച്ചു. ഞാൻ ചാവാത്ത ഭാഗ്യം. കൊള്ളാം കേട്ടാ. വെരി ഗുഡ്, 5 സ്റ്റാർ. അടിപൊളി സംഭവം, എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് എടുക്കാൻ പറ്റില്ല. അമ്മ കിട്ടി. അപ്പോൾ ഇത് എന്തോ ഒരു ഇതിന് സർപ്രൈസിന് ഇവിടെ എത്തിച്ച് നമ്മുടെ പോലീസുകാരല്ലേ, മച്ചന്മാർ ഇവിടെ എത്തിച്ചായിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കത് അയ്യോ ഇവിടെ ഇടാൻ പറ്റില്ല. വണ്ടീൻ്റെ അവിടെ പറ്റില്ല. ഓക്കെ, നമുക്കൊരു സൈഡിൽ കൊണ്ടിടാം, അല്ലെങ്കിൽ ആ വണ്ടികൾ എൻ്റെ ഡിഫൻഡർ പറയാണ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഭയങ്കര പവറുള്ള എല്ലാ വണ്ടി ആയിരിക്കണം. പിന്നെ അത് മാത്രമല്ല, ഒരു വണ്ടിയല്ല 2 വണ്ടിയുണ്ട്. എർത്ത് എലമെൻ്റലും പറയാൻ പറഞ്ഞു. എർത്ത് എലമെൻ്റലും പിന്നെ ഗോൾഡും. എർത്ത് എലമെൻ്റലിൽ അവിടെ തന്നെ ഏതോ ഒരു വണ്ടിക്ക് ഗോൾഡ് കളർ അടിച്ചൊരു വണ്ടിയുണ്ട്. ഗോൾഡ് കളറല്ല, ഒറിജിനൽ ഗോൾഡ്. ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗൈസ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തി. ട്രെയിനൊന്നും വന്നില്ല. ട്രെയിനിൻ്റെ മുകളിലിരിക്കുമോ? ട്രെയിനിൻ്റെ മുകളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ട്രെയിൻ വന്നിട്ടില്ല പക്ഷെ ഇതിലായിട്ട് വരികയായിരിക്കും. അപ്പോൾ ട്രെയിൻ ഇത് ഗൂഡ്സ് ട്രെയിനാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിലൊരു വണ്ടി ഉണ്ടാവും ഉറപ്പാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലായിരിക്കും ചിലപ്പോൾ മറ്റേ ഗോൾഡ് വണ്ടി അല്ലെങ്കിൽ എർത്ത് വണ്ടി അതിൻ്റെ ഉള്ളിലായിരിക്കും. കൊള്ളാട്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതല്ല, മാറിപ്പോയി. ഇത് ഗൂഡ്സ് ട്രെയിനാണ്. മറ്റേ റെയിൽവേ അല്ല, ചെറിയ ഗൂഡ്സ് ട്രെയിനാണുള്ളത്. അധികം ഇല്ലല്ലോ. ഇതുണ്ടോ? മറ്റേ ട്രെയിൻ ഇങ്ങനെ അല്ല. നമ്മളിവിടെ ട്രെയിനിന് കാക്കാൻ വേണ്ടി നിൽക്കണ പോലെ ഉണ്ടല്ലോ. കമോൺ ചേട്ടാ, കമോൺ. ട്രെയിനെത്തി. ചായ് പഴയ പഴം, സവാള വട. ഞാൻ തൽക്കാലം മറ്റേ സിമിയോൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അതേ കോപ്പി ചെയ്ത് ഞാൻ ഇത് കണ്ടോ, വേറൊരു ഇതുണ്ടല്ലോ.
ഗൈസ് എന്തായാലും ഗോൾഡൻ വണ്ടി ആ ട്രെയിനിലുണ്ട്, അത് അങ്ങോട്ട് പോയി. ഓ ഇതാണെങ്കിൽ 200-ലാണ് പോണത്. നമ്മൾ ഏതെങ്കിലും ഒരു ബോക്സിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാവും. ട്രെയിനെ ഞാൻ കണ്ടു. ഓ പൊളിച്ച്. ഇതിൻ്റെ സ്ക്രീൻസും സെറ്റപ്പൊക്കെ കൊള്ളാം കേട്ടോ. ഇലക്ട്രിക് വണ്ടിയാന്ന് തോന്നുന്നു, കണ്ടത് ഏറ്റവും ശബ്ദമുണ്ട്. 280 ആണ് കഴിച്ചത് എൻ്റെ മാക്സ് സ്പീഡ്. ഇത് എൻ്റെ മോനെ 280 ആ ട്രെയിനിനെ നമ്മൾ വരെ കിട്ടിക്കുമല്ലോ. ഓ ഈ കട്ടയിലുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ കട്ടയിലായിരിക്കും. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഈ ചേട്ടനോട് നിർത്താൻ പറ. അയ്യോ പെട്ട്. ചേട്ടാ നിർത്ത്. ഗൈസ് ഇത് വിടർന്ന സെൻസില്ല. നമുക്ക് ആക്സലറേഷൻ ഞാൻ ഫുൾ പവറിലാണ് കൊടുത്തിരിക്കുന്നത്. വണ്ടീനെ പോയി ഇടിച്ചേ പറ്റും. നമുക്ക് ഇടിച്ചെങ്കിൽ എനിക്ക് തോന്നുന്നു മാക്സിമം കുറച്ചെങ്കിലും പവർ ഉണ്ടാവും. അയ്യോ ഓക്കെ, സെറ്റ്. പ്ലീസ്. അയ്യോ പോയി. വണ്ടി പോയി ഗൈസ്. ചേസ് ഷേ തേങ്ങാണ്ടി. ട്രെയിൻ പോയി. ഇതേ പോണു ട്രെയിൻ. അളിയാ ഞാൻ സിമിയോണോട് മെസ്സേജ് അയച്ചിട്ടുണ്ട് മറ്റേ ഹമ്മർ ശരിയാക്കാൻ. നമ്മൾ മിക്കവാറും ഈ ട്രെയിൻ വെച്ച് കറങ്ങേണ്ടി വരും കുറച്ച് നേരം. ഇതേ ട്രെയിൻ അവിടെ ഉണ്ട്. ഇതിൻ്റെയും മാക്സിമം സ്പീഡ് 280 ആണ്. ട്രെയിൻ അവിടെ ഉണ്ടായിരുന്നില്ല എത്ര നേരം പോയാൽ. നമുക്കൊരു കാര്യം ചെയ്താലോ, ട്രെയിനെ ഒറ്റയടിക്ക് പോയി പിടിക്കാം. ഓക്കെ, നമ്മൾ ട്രാക്കിൻ്റെ ഉള്ളിൽ കയറിയുണ്ട് ഗൈസ്. ട്രെയിൻ അവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഹലോ സിമിയോൺ കേൾക്കാണ്ടോ? ഹലോ ഗൈസ്, ഞാൻ സിമിയോണിന് ഒരു മെസ്സേജ് ഉണ്ട്. ഇതിൻ്റെ ഫ്യൂവൽ തീർന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ആക്സിലറേഷൻ കുറഞ്ഞു വരുന്നുണ്ടല്ലോ. എന്തായാലും ഈ ആക്സിലറേഷൻ മതി, നമുക്ക് കുറച്ച് നേരം പോവാം. ചേട്ടാ ഒന്ന് കുറച്ച് നേരം നിർത്തും, ഒരു വണ്ടി എടുക്കാണ്ട് ചേട്ടാ പ്ലീസ്. ഹലോ കേൾക്കാനുണ്ടോ ചേട്ടാ? എടാ മോനെ കേൾക്കാനുണ്ട്. വണ്ടി ഒന്നും നിർത്താൻ പറ്റില്ല, എൻ്റെ ആക്സിലറേഷൻ്റെ ബട്ടൺ പോയിക്കണു. ഗേസ് അവരുടെ ആക്സിലറേഷൻ്റെ ബട്ടൺ പോയിക്കണം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ട്രെയിൻ നിർത്താനില്ല. ട്രെയിൻ കണ്ടിന്യൂസ് ആയെന്ന് തോന്നുന്നു. ഒന്നുകൂടി ചോദിച്ചോക്കപ്പാ. ചേട്ടാ എന്താടാ മോനെ, നിനക്ക് എന്താ ആവശ്യം? ചേട്ടാ എനിക്ക് ഈ വണ്ടിയിലൊരു വണ്ടിയുണ്ട്. ആണോ? ആണല്ല പെണ്ണ്. വണ്ടി ആണല്ല വണ്ടി. അതെന്താ അവിടെ കാണാലോ? എൻ്റെ അളിയാ പണിയാവും. എടാ മോനെ, ചേട്ടാ പറഞ്ഞ കേൾക്കാണ്ട്. ഞാനും വരാട്ടാണ് എനിക്ക്. ചേട്ടാ പറ. എടാ മോനെ പറ ചേട്ടാ. അയ്യോ പണിയാവും. അയ്യോ പണിയാവും. അയ്യോ പണിയാവുമല്ലോ ഈശ്വര. ട്രെയിൻ എത്തി. ആ ട്രെയിനോട് നിൽക്കാൻ പറ. ചേട്ടാ നിൽക്കുമോ? മോനെ നിൽക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഫ്യൂവൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ചേട്ടാ നിന്നില്ല ട്രെയിൻ. എൻ്റെ പൊന്നാളിയന്മാരെ എന്ത് തേങ്ങയാണത്. ചേട്ടാ ഈ ട്രെയിനൊന്ന് നിൽക്കാൻ പറ. പക്ഷെ എനിക്ക് വേറെ ഇടയുണ്ട്. ഞാൻ എന്തായാലും സൈബറൊക്കെ പഠിച്ചുകൊണ്ട് എനിക്ക് ട്രെയിനിൻ്റെ സിസ്റ്റത്തിലേക്ക് ഹാക്ക് ചെയ്യാൻ പറ്റിയ ഒരൊറ്റ ആളെ എനിക്ക് അറിയാം കേട്ടാ. അപ്പോൾ അവനോടൊന്ന് ചോദിച്ചേക്കാം നമുക്ക്. പക്ഷേ അവൻ പറഞ്ഞാൽ ട്രെയിനിൻ്റെ കുറേ ദൂരം നമ്മൾ നിൽക്കണം, എന്നിട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് നിൽക്കാം. ആ ചേട്ടനെയും നമുക്ക് സഹായിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ മതി നമുക്ക് തരും. മറ്റേ ഗോൾഡൻ വണ്ടി ചിലപ്പോൾ അയാളുടെ കസ്റ്റഡിയിലാണെങ്കിലോ ചിലപ്പോൾ തരുമായിരിക്കും നമുക്ക്. ജസ്റ്റ് ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്കൊന്ന് സിസ്റ്റം ആക്കി. എന്തായാലും സിസ്റ്റം കിട്ടി എനിക്ക്. ഗേസ് എനിക്ക് കിട്ടുന്നില്ലല്ലോ. എന്താ ചെയ്യണ്ട മോനെ? അയ്യോ പോയി.
ചേട്ടാ ഞാൻ ആക്കുന്നുണ്ട് ചേട്ടാ, വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം. പണ്ടോരടങ്ങാൻ വേഗം കേറിയിട്ട് പോവാം, വണ്ടി പോയെന്ന് തോന്നും. ഞാൻ നിന്നാ ഗൈസ് നമുക്ക് സൈബറിൽ നിൽക്കാൻ പറഞ്ഞേ ആളിയാ. ചേട്ടോയ് ചേട്ടൻ പോയാ? ചേട്ടാ ഹലോ, എടാ മോനെ, എടാ കേൾക്കാണ്ടോ? ആ കേൾക്കാണ്ട് ചേട്ടനോട് ചേട്ടൊന്ന് ഇറങ്ങി തന്നെ. എടാ മോനെ, അത് എൻ്റെ ഫോണിലത്തെ സ്പീക്കറാടാ. ഇപ്പം ഇത്ര നേരം ചേട്ടൻ ഇല്ലാണ്ടാണ് ട്രെയിൻ ഓടിയത്. അല്ല, ഞാൻ അടുത്ത സ്റ്റേഷനിൽ ചാടിയിരുന്നു. അത് ശരി, ഇയാളെന്ത് പൊട്ടനാണ്? ചേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഉള്ളിലുണ്ടോ ചേട്ടൻ? എൻ്റെ ഉള്ളൊന്നും കാണാനില്ലല്ലോ. ചേട്ടാ ചെറിയൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിലുണ്ട്. മോനെ നീ അത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ, ഞാൻ അവിടെ ഉണ്ടാവും. സ്റ്റേഷനാ? ഈ വണ്ടിയുടെ ആവശ്യമൊന്നും എനിക്ക് വേണ്ടെന്നായിരിക്കും. വണ്ടിയൊക്കെ പോട്ടെ. അയാളെന്താ മറ്റേ എൻ്റെ ബോസാ, ഞാൻ അയാളുടെ ബോസ്. നടു റോട്ടി കിടത്തോട്ടെ അയാളുടെ വണ്ടി. എടാ മോനെ, നീ റെയിൽവേ സ്റ്റേഷനിലാക്കാറുണ്ട്. ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലല്ലേ കിടക്കണേ? നടു റൂട്ടിലാണ് എൻ്റെ വണ്ടി ഇരിക്കുന്നത്. അത് മോൻ മാറ്റില്ലെങ്കിൽ ഞാൻ മോന് തരത്തില്ല. അയ്യോ, അല്ലെങ്കിൽ തന്നെ വണ്ടിയൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വിടുത്തോളാം. നിനക്ക് ഒരിക്കലും കിട്ടില്ലടാ. ഓ അയാൾ പിന്നെ കുറേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പോടോടും ഈടെ ഇൻറ്റീരിയർ അങ്ങനത്തെ ഒരു വണ്ടിയാണിത്. സീനില്ല, നമുക്ക് എന്തായാലും ഉള്ളിൽ പോയേക്കാം. ഉള്ളിൽ പോയാൽ ഉറപ്പാണ് ഞാൻ ഫുൾ തയ്യാറെടുപ്പോടാണ് പോകണം. കാരണം എന്തായാലും ഏതെങ്കിലും ഡൈനോസർ അത് നമ്മളെ പൊട്ടിക്കും, ഉറപ്പാണ്. ഇതിൻ്റെ എൻട്രി ഇവിടെയാണ്. ഇയാളെന്തായാലും അടുത്തൊന്നും വെക്കില്ല, ആൾക്കാർ കാണണം നിൽക്കില്ലെന്നും വെക്കൂല. ഓ ഒറ്റയ്ക്ക് ഗേറ്റ് തുറന്നിട്ടോ കാണുമ്പോൾ. ഗൈസ് എന്തായാലും നമുക്ക് എന്തായാലും ഡൈനോസറിനൊക്കെ ഹണ്ട് ചെയ്യാൻ പോകണേ. നമുക്ക് രാത്രി പോവാം. എന്തായാലും ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ടാവും, രാത്രി പോവാം. നമുക്ക് വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടേ ഒന്ന് ഹോട്ടലിലൊക്കെ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഗൈസ് ആ ഡൈനോസറാണ് ഉറപ്പാണ്. ആ ഡൈനോസറോ? അത് മറ്റേ വലിയ നെക്കുള്ള ഡൈനോസർ ഇല്ലേ, അതാണ് ആ സംഭവം. ഇത് വേണ്ട കാണാണ്ടോ നിങ്ങൾക്ക്? ഞാൻ അടുത്തേക്ക് പോയപ്പോൾ അതെ ഇളകണുണ്ടോ? ഇത് ഓളിയ വലിയ നെക്കുള്ള ഡൈനോസർ. ഇത് പാവോട്ടെ, പക്ഷെ പാവം പിടിച്ചൊരു ഡൈനോസർ. ഇടിച്ചോക്കെ ആനയാ? ഓ മൈ ഗോഡ്, ഒരു ജംഗിൾ സഫാരി ആണ്. അയ്യോ കൊമ്പനാനെ നമ്മളെ പിടിച്ച് തള്ളിയിടും. ഇടിച്ചു നോക്കിയാലും പറ്റും. ഇവരൊക്കെ പാവങ്ങളെ, ഇവരൊന്നും ചെയ്യൂല. നമുക്ക് ആനടുത്ത് ചോദിച്ചാൽ ആന ഇവിടെ എവിടെയെങ്കിലും ഭയങ്കര ഗോൾഡൻ വണ്ടി കണ്ടുണ്ടാവും. ആനയ്ക്ക് ഭാഷ അറിയത്തില്ല, അതുകൊണ്ട് തമിഴാനയെന്ന് തോന്നുന്നു എന്തൊക്കെ പറയുന്നു. വേറെ ഡൈനോസറൊന്നും ഇല്ല ഇവിടെ. ഒരു ഡൈനോസർ, ഒരു ആന. ഡൈനോസറിനപ്പോൾ ആന എങ്ങനെയാടെ പോകുന്നേ? പോ ഓളിയാ ഗോൾഡ് പൂശിയ വണ്ടി. ഏറ്റി എനിക്ക് അയാൾക്കൊരു പണി കൊടുക്കണം ഗൈസ്. അയാൾ എന്തായാലും ഈ വണ്ടി കാണുമല്ലോ, അത്യാവശ്യം നല്ല വണ്ടിയാണെന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് പതുക്കെ ഒന്ന് ഗണ്ണൊക്കെ എടുത്തിട്ടേ ഒന്ന് പൊട്ടിക്കാം. ഓക്കെ ഗൈസ്, ഇത് മതി. ബാക്കി അയാൾ ഇതായിക്കോളും. അയാൾ നാളെ വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു കേണിയും കൂടി കൊടുക്കാം. എന്തായാലും ഇത് കാണത്തില്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. എൻ്റെ മോനെ പൊളിച്ച്. പക്ഷെ അയാൾക്ക് ഇവിടെ വേറെ വല്ല വണ്ടി ഉണ്ടാവുമോ? ഇവിടെ ഒന്നും കാണാനില്ല. ഓ താറ്, അത് അയാളുടെ വണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ. അയാൾ നമ്മളെ പറ്റിച്ച സ്ഥിതിക്ക്, അയാൾ നമ്മളെ ഇത്രയും പണി എടുപ്പിച്ച സ്ഥിതിക്ക് ചെറിയൊരു വട അയാളുടെ വണ്ടിക്കും കൊടുക്കാം. ബുള്ളറ്റ് പ്രൂഫാ? അല്ല ബുള്ളറ്റ് പ്രൂഫ് അല്ല. ഈ ഗ്ലാസ് മാത്രമേ ബുള്ളറ്റ് പ്രൂഫ് കള്ളൻ. ഇവിടെ അങ്ങനെ വെടിവെച്ച കേൾക്കണോണ്ട് അങ്ങനെ അത്ര സ്പീഡിലൊന്നും ആരും വരില്ല ഗൈസ്. കാരണം എന്താ പറയുക, ഈ ഡൈനോസേഴ്സിനൊക്കെ പോലീസുകാർ കൊല്ലും, അത്ര എല്ലാവരും വിചാരിക്കുള്ളൂ.
നമുക്ക് എന്തായാലും മിസൈൽ ഇട്ട് പൊട്ടിക്കാം. എനിക്ക് അയാൾക്ക് അത്രയ്ക്ക് ദേഷ്യ വയസ്സ്. എൻ്റെ മോനെ നോയിക്കോട്ടെ, ഇയാളുടെ ജീവിതം ഞാൻ കുട്ടിച്ചോറാക്കും. നോക്കോ, അയാൾ എന്നെക്കൊണ്ട് പണിയെടുപ്പിച്ച് ഒരു ആവശ്യമില്ലാണ്ട്. ഇനി ഞാൻ അയാളുടെ വണ്ടി പൊട്ടിക്കാൻ പോവാ. അങ്ങനെയൊന്നുമല്ല, ഗണ്ണെടുത്ത് പൊട്ടിക്കുക. ഞാൻ മിസൈലൊന്നും എനിക്ക് വേണ്ട. മിസൈൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളും കൂടി പൊട്ടും, ഉറപ്പാണ്. ഞാൻ ഗണ്ണെടുത്ത് പൊട്ടിക്കും. ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ്. ലെറ്റ്സ് ഗോ. നടന്നോണം, അത്രേ ഉള്ളൂ. ആ വണ്ടിയും പൊട്ടിച്ച അതും എനിക്ക് സന്തോഷം. അയാളുടെ ഒരു സൂപ്പർ കാർ ഞാൻ എടുത്തു ഗൈസ്, ഗോൾഡൻ വണ്ടി. എൻ്റെ മോനെ, സിമിയോടെ ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട് കേട്ടോ. യുവർ കാർ, യു ഗെറ്റ് കാർ. ഓക്കെ, നമുക്ക് കാർ കിട്ടി. യെസ്, നമുക്ക് കാർ കിട്ടി. യെസ് കൊടുക്കാം ഗൈസ്. സിമിയോൺ നമ്മുടെ മെക്കാനിക് ഉണ്ടല്ലോ, അയാൾ പറഞ്ഞത് ഇത്രയും കാലം ഈ കാറ് ഇവിടുത്തെ ആളുടെ പറഞ്ഞിട്ട് അയാൾ ആർക്കും കൊടുത്തിട്ടില്ല. ഈ കാർ ആർക്കും കാണിച്ചിട്ടും ഇല്ല എന്നാണ് അയാൾ പറഞ്ഞിരിക്കണേ. ഇതിപ്പോൾ നമ്മളെങ്ങനെ പുറത്തേക്ക് ഇറങ്ങണേ? ഓക്കെ, സിമിയോണോട് ഞാൻ മെസ്സേജ് ഇട്ടുണ്ട്. എന്തായാലും പൊട്ടിക്കഴിഞ്ഞാൽ സിമിയോൺ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാക്കി തരും ഗൈസ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടാ, നമുക്ക് ഇതിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിക്കാം. ഗൈസ്, ഇതിൻ്റെ ഇത് നോക്കി നിങ്ങൾക്ക് കാണാനുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ഇതിൻ്റെ സ്പീഡ് നോക്ക്. 290 ആണ്. കാണിച്ചു തരാം. 290 km/h ആണ്. ഓക്കെ, അത്രയ്ക്കുണ്ട് ഈ വണ്ടിയുടെ സ്പീഡ്. ട്രെയിൻ അവിടെ എത്തിയിട്ടുള്ളൂ. അയ്യോ ചത്ത് കേസ് നമ്മൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചാൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എന്തായാലും ഗോൾഡൻ മണി നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുള്ളൂ. നമ്മളെന്തായാലും ചത്തുപോയി. അപ്പോൾ ചത്തിപ്പോയതാണെന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ചത്തുപോയി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ഞാൻ ഒന്നുകൂടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. എന്തായാലും ഇനി പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൻ്റെ അവിടെ എവിടെങ്കിലൊക്കെ സ്പോണാവും. ഞാൻ എത്ര സ്പീഡ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നത്. എന്തായാലും നമുക്ക് കിട്ടിയത് വാട്ടർ എലമെൻ്റൽ, ഫയർ എലമെൻ്റൽ, എയർ എലമെൻ്റൽ ആൻഡ് എർത്ത് എലമെൻ്റൽ. നമ്മൾ മെക്കാനിക്സിന് കൊടുത്തേക്കാൻ വേണ്ടി ഒരു ഗോൾഡൻ പൂശിയ വണ്ടി 5 വണ്ടി ഇന്ന് ഗൈസ് കിട്ടി. പ്ലസ് നമ്മുടെ ഡിഫൻഡറും അടിപൊളി വീടും. അപ്പോൾ മറ്റേ വീട് ഞാൻ എന്തായാലും അടുത്ത ദിവസം നമ്മൾ ഹൈജാക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അയാളുടെ വണ്ടി കാണാനില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ എത്തുകൊണ്ട് പോയി. അപ്പോൾ അയാളുടെയാണ് വാട്ടർ എലമെൻ്റ്. ഞാൻ കളറൊക്കെ മാറ്റി മെക്കാനിക് എല്ലാം നമ്മുടെ സൈമണിന് കൊടുത്തത്. അപ്പോൾ ഓക്കെ, നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ ബൈ.